ഹേയ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കടമ്മക്കുടി പോയാലോ? സോ കുറേ പേരൊക്കെ കടമ്മക്കുടി കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എൻ ഐലൻഡ് ഇൻ കൊച്ചി. ഇതൊരു വാട്ടർ സബർബാണ്. ഫുള്ളിങ്ങനെ വാട്ടറായിട്ട് കവേർഡ്, നടുവിൽ ഇങ്ങനെ റോഡ് ഉണ്ടാവും. സോ നമ്മൾ കുറേ കാലമായി പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു വീക്കെൻഡിൽ നമ്മളൊരു 10-12 ആൾക്കാർ കൂടി പോയതാണ്. സോ അവിടെ എത്തി, ഈവനിങ് ആണ് പോയത്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി, എല്ലാവരും പടിയിലെടുക്കാൻ വേണ്ടി പോയി. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബേസിക്കലി വെള്ളം നല്ല പേടിയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ബോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിളായിട്ടും പോവാം, പിന്നെ സിംഗിളായിട്ടും പോവാം. പേടിയായത് കാരണം ഡബിളായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഡബിളായിട്ട് പോകുന്നതിനേക്കാളും ഈസി സിംഗിളായിട്ട് പോകുന്നതാണെന്ന്. ബട്ട് പേടി കാരണം ഞാനും മേഘും കൂടി ഒരുമിച്ചാണ് പോയത്. അവർ പറഞ്ഞത് കറക്റ്റായിരുന്നു. ആ ഒരു റിതം കറക്റ്റ് ആവുന്നില്ല രണ്ടുപേരും കൂടി പോകുമ്പോൾ. പിന്നെ വെള്ളം നല്ല പേടിയായതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ഡെൻഡേലിൽ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി തുഴയാൻ ആരംഭിച്ചു ഗൈസ്. അപ്പം കോമഡി ആയിരുന്നു. അവർ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പഡിൽ ചെയ്യുമ്പോൾ ബോട്ട് റൈറ്റിലോട്ട് പോകും. ഇപ്പം നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടെങ്കിൽ റൈറ്റ് സൈഡ് പഡിൽ ചെയ്യണമെന്ന്. ബട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് പഡിൽ ചെയ്യുമ്പോൾ ഗൈസ് ബോട്ടും ലെഫ്റ്റിലോട്ട് തന്നെയാണ് പോകുന്നത്. ഐ ഡോണ്ട് നോ, മേ ബി അർത്ഥം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും. ദർ വാസ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്, മേഘ് ബാക്കിലും. ഞാനിങ്ങനെ വെള്ളം കുരി അവളുടെ മേത്തേക്ക് ഒഴുക്കുമായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് സൂപ്പർ ഫൺ. അങ്ങനെ എല്ലാവരും ഫ്രണ്ടിൽ പോയി, നമ്മൾ മാത്രം ഇങ്ങനെ ബാക്കിൽ ഓരോ കാടിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് ഇട്ട് എന്നാലും ഇറ്റ് വാസ് ഫൺ ഗൈസ്. എല്ലാവരും നേരെ പോകുമ്പോൾ നമ്മളിങ്ങനെ സിക്സാഗ് ആയിട്ടാണ് പോകുന്നുണ്ടായത്. ബട്ട് ഇങ്ങനെ തൊഴിഞ്ഞ് ആ ഒരു പ്ലെയിൻ ഏരിയയിലെത്തുമ്പോൾ ദ വ്യൂ ഗൈസ്, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഇറ്റ് വാസ് സൂപ്പർ. ആ ഒരു പെർഫെക്റ്റ് വെതർ ടൈമിങ്ങിലാണ് പോയത്. ആ ഒരു ഈവനിങ് സൺസെറ്റ് വാസ് സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടൈം, ലൈക്ക് ഒരു 2-3 hours ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇത്രയും ടൈം ഞാൻ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ പകുതിക്ക് അവർ ടീ ഒക്കെ സെർവ് ചെയ്തു. ഇതൊരു വെള്ളത്തിൽ തന്നെ ഉള്ളൊരു കുടിൽ പോലെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ലൈക്ക് ഹാൾട്ട്. പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ച് തുഴയണം. ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്. ഇത്രയൊക്കെ പേര് ഒരുമിച്ചാണ് ഗൈസ് പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു വ്യൂവും. നമ്മൾ കുറേ സമയം ഇങ്ങനെ അനങ്ങാതെ ബോട്ടിൽ തന്നെ ഇരുന്നിങ്ങനെ ആ വ്യൂ ഒക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചു. ഇറ്റ്സ് എ മസ്റ്റ് ഗോ. എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. കൊച്ചിയിൽ വന്നാൽ എല്ലാവരും പോകണം. ആൻഡ് ഇതിൻ്റെ റേറ്റ് പെർ ഹെഡ് 500 ആണ് വരുന്നത്. സോ എല്ലാവർക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ അടിപൊളിയാണ്. കയാക്കിംഗ് ആണ് ആക്ച്വലി. തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ തന്നെ പോകാൻ തുടങ്ങി, നമ്മൾ മാത്രം ബാക്കിൽ. നമുക്ക് മര്യാദയ്ക്ക് തുഴഞ്ഞ് മുന്നിലോട്ട് എത്താൻ പറ്റുന്നില്ല. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് പാർട്ട് വാസ് ദാറ്റ് നമ്മുടെ ഇൻസ്ട്രക്ടർ ഇങ്ങനെ ഷാഫ്റ്റിൽ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഹീ ടൈഡ് അവർ ബോട്ട് ഹിസ് ഷാഫ്റ്റ് ആൻഡ് ഹീ വാസ് ലൈക്ക് റോയിങ് ദ ബോട്ട്. അപ്പം നമ്മുടെ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് അയാൾ പോവായിരുന്നു. ആൻഡ് പാവ ഗൈസ്, നമ്മളെ കൂടി വലിച്ചുകൊണ്ട് പോയതാണ്. ആൻഡ് പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ വെറുതെ വിട്ടു. അങ്ങനെ നമ്മൾ തന്നെ തുഴഞ്ഞ് പോയി. നമ്മൾ രണ്ടുപേരായിരുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിച്ച് നമ്മൾ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മൾ തന്നെയായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സൂപ്പർ ഫൺ. അടിപൊളിയായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു. ഇറ്റ് വാസ് എ പ്രൊഡക്റ്റീവ് ഡേ. തുഴയുന്ന ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് എൻ എക്സസൈസ്. അപ്പം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പം ദാറ്റ്സ് ഓൾ ഗൈസ്. ബൈ ബൈ. ലവ്. അപ്പോൾ എല്ലാവരും കടമക്കുടിക്ക് പോവാം. ബൈ ബൈ.